ഞാൻ ആ സാധനത്തിന് ഇവിടെ നിർത്തിയിട്ടല്ലേ പോയത്. ഇപ്പൊ അങ്ങോട്ടേക്ക് പോയി. ദൈവമേ, എന്റെ ആമി, നീ ഇങ്ങോട്ട് വന്നേ. എന്താടാ കുറച്ചു നേരം കൂടെ? ഇനി കുറച്ചുമില്ല കൂടുതലുമില്ല, നീ വന്നേ, നമുക്ക് പോവണ്ടേ? നീ എന്തിനാ തിരക്ക് പിടിക്കുന്നേ? മണി 5 പോലും ആയിട്ടില്ല. കൊറേ നേരമായില്ലേ തുള്ളാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഓള് സമയം നോക്കിയില്ലാന്ന് തോന്നുന്നു. 6 മണിയാവാനേ. വൈകിട്ട് 6 മണിയല്ല, നേരം വെളുത്ത 6 മണി. എന്താണ്? എന്നിട്ട് നീ എന്താ പറയാഞ്ഞേ? ആ ബെസ്റ്റ് തിരിച്ചു പോവാന്നും പറഞ്ഞോണ്ട് എത്ര തവണയായിട്ട് നിന്നെ വിളിക്കുന്നു. എവിടെ കേൾക്കാൻ? നിന്നെ വീട്ടിലാക്കിയിട്ട് വേണം എനിക്ക് തിരിച്ചു വീട്ടിൽ കയറാൻ. സുഭാഷ്, എന്റെ കുഞ്ഞികൃഷ്ണ, എന്നെ കാത്തോടെ ഇന്നെ പൊക്കിയത് തന്നെ. അവിടെ കിടന്ന് കഥകളി കാണിക്കാതെ വന്ന് കേറ് പെണ്ണേ. ശവപ്പെട്ടി വല്ലതും വേണമെങ്കിൽ ഒരു മിസ് കോള് ഞാനിങ്ങ് എത്തിച്ചേക്കാം. വണ്ടി എടുത്തോണ്ട് പോറ കാലമാടാ. എന്റെ അമ്മേ, തന്നെ ഞാനൊന്ന് കൊണ്ടുവിടും. അയ്യോ അമ്മേ, ഓടി വായോ. എടത്തേണ്ടി. കൊള്ളാലോ, എന്റെ ഇവിടെ രാവിലെ തന്നെ തുടങ്ങിയോ? എന്റെ പൊന്നെ ഇതിനൊന്ന് പിടിച്ചോണ്ട് പോ, ഇല്ലെങ്കിൽ വട്ടുള്ള സാധനം എന്നെ കൊല്ലും. വട്ട് തന്റെ അപ്പനാടോ വേറെ വിളിച്ച്? ആമയെ പിടിച്ചോണ്ട് പോടി ഇതിനെ. ഏട്ടത്തി, നമുക്ക് എന്തുണ്ടെങ്കിലും പരിഹാരമാണ്. ഇപ്പൊ അതിലൊന്നും വിട്. ഇനി പറ, എന്തുവാ പ്രശ്നം? എടി, ഇങ്ങനെ രണ്ട് പിടിച്ചു നിക്കി. എന്നാണ്? അതൊന്നുമില്ല. അതെങ്ങനെയല്ല നീ ഉണ്ടായിരുന്നേ? ഒന്നുമില്ലല്ലോ, വിടണോ എന്നെ? ഞാൻ അന്നേ അച്ഛനോട് പറഞ്ഞതാ എനിക്ക് ഈ കല്യാണം വേണ്ടാന്ന്. എന്നിട്ട് കേട്ടില്ല. ഇങ്ങനെ ഒരു കാമപിശാചിനെയാണല്ലോ ദൈവമേ എനിക്ക് കിട്ടിയത്. കാമപിശാചിന്റെ വെല്ലിച്ച് എനിക്ക് വിളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യടി? എനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ? ആഹാ, അബദ്ധം പറ്റിയപ്പോ ഇങ്ങനെ, അപ്പൊ അറിഞ്ഞോണ്ട് പറ്റിയതോ? ഏട്ടാ, അത് ഞാൻ തലവേദനയാന്ന് കരുതി ഞെക്കിയതാ. പിന്നെ തന്റെ തലവേദന എന്റെ നെഞ്ചത്താണല്ലോ ഇരിക്കുന്നേ. അതെ, എനിക്കറിയാൻ മേലങ്ങോട്ട് ചോദിക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തുവാ പ്രശ്നം? ആരെവിടെ ഒച്ചുണ്ടാക്കി? എന്താ പറ്റി? അമ്മേ, എന്റെ എല്ലാം ഒന്നുമില്ലമ്മേ, അവൾ വെറുതെ. വിടടോ എന്നെ, മോന്റെ സ്വഭാവം അമ്മയും കൂടെ അറിയട്ടെ. എന്താ മോളെ, ഈ കാര്യം പറ. ഏട്ടത്തി, നോ, ഞാൻ പറയുക എന്റെ ലൈഫ് ബ്രോയിലറായേ. നിർത്തുന്നുണ്ടോ? കൊറേ നേരമായി എല്ലാരും കൂടെ മനുഷ്യനെ പ്രാന്താക്കാൻ വേണ്ടി. മര്യാദയ്ക്ക് ഉറങ്ങാൻ കൂടി വിടൂല. கண்ணு ஒன்ன பார்த்தா கலரா மாறுதே, துரு குடிச்ச காதல் நரம்பெல்லாம் சுறுசுறுப்பாக சீருதே. அவ பேஸ் அடடடடடடா, அவ ஷேப்பு அப்பப்பப்பப்பப்பா, மொத்தத்துல ஐயோ இழுக்குது. ഇതെവിടെ നിന്ന് ഇപ്പൊ പൊട്ടിമുളച്ച്? മുകളിലെന്താ ഇത്ര ബഹളം? അത് നമ്മുടെ മക്കളുടെ കലാപരിപാടിയാ. രാവിലെ തന്നെ ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? വളർത്തി ദോഷം അല്ലാതെന്താ? തല്ലേണ്ട സമയത്ത് തല്ലണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരത്തില്ലായിരുന്നു. അനുഭവിച്ചോ? ഏട്ടാ, നമുക്ക് ഓഫീസിൽ പോണ്ടായിരുന്നു. ഇനി നിന്നാ വൈകും. ഞാനേ അക്കാര്യം മറന്നുപോയി. നീ വന്നേ ദേവാ. ഞാൻ ഇതെല്ലാം ആരോടാ പറയുന്നേ?
മോളെ അന്വി നീ അടങ്ങ്. മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്ക്, അല്ലെങ്കിൽ എല്ലാത്തിനും വല്ല സൂചിയും കുത്തിക്കെട്ടി മയക്കി കിടത്തില്ല. എന്തുവാ പെണ്ണെ നിനക്ക് വട്ടായോ? കൊറേ പ്രാന്തന്മാരുടെ കഴിയുന്നത് വന്നില്ലേ ഒരു അത്ഭുതമുള്ളൂ. മനുഷ്യൻ മര്യാദ കുറഞ്ഞിട്ട് 2 ദിവസമായി. സമ്മതിക്കുന്നൊന്നും എന്റെ കൊച്ചിനൊന്നുമില്ല. കുളിരാം നീ പോടി. ഓ എന്ത് നോക്കി നിൽക്കുക? എല്ലാരും പോയി റെഡി ആയിട്ട് അവൻ എന്റെ പണി ചെയ്യാൻ നോക്ക്. ഇനി ഇവിടെ കിടന്ന് വഴക്കൂടാൻ നിന്നാല് വലുതായെന്നൊന്നും ഞാൻ നോക്കൂല. ചട്ട് കാടപ്പത്തിരിക്കുന്നേ പഴിപ്പിച്ച് ചന്തിക്ക് വെക്കുന്നേ. ഒന്നാമതേ ഉറക്കുമ്പോൾ അതിന്റെയും കൂടെ ഒരു കുറവേ ഉള്ളൂ. ഇപ്പഴാ ഞാൻ ഓട്ടെ, എനിക്ക് കുളിക്കാൻ പോണേന്നു. അപ്പൊ ഞാൻ പോട്ടെ. കുളിക്കാനോ? ഇടി എനിക്കാദ്യം കാരണം എനിക്ക് ഓഫീസിൽ പോകേണ്ടതാ. എന്നാ ഇവർ രണ്ടുപേരും നന്നാവുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല വല്യമ്മേ. എല്ലാവരും ഒരുപോലെയാ. അത് വിട്, നീ ഇതോടെ രാവിലെ തന്നെ. അത് പിന്നെ വല്യമ്മേ, ഞാൻ ജോഗിങ്ങിനായിരുന്നു. ഈ കോലത്തിലോ? ന്യൂ ഫാഷനാ, എല്ലാരും മേടിച്ചതാ. അപ്പൊ നെറ്റ് നോക്കാൻ വെച്ചു. ഒരു കുടുംബത്തിലെ എല്ലാത്തിനും ഒരുമിച്ച് വെട്ടാവോ? ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്ന് ഉറങ്ങു വെച്ചേ. ഇങ്ങനെ തൂങ്ങിയിരിക്കാതെ. ഇനി ഉറക്കമൊന്നുമില്ല, എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാ. അതിനെന്താ ഇന്ന് പോവണ്ട നോക്ക്. ആരും ചോദിക്കാനൊന്നും വരത്തില്ലല്ലോ. അപ്പോ എനിക്ക് പകരം നിന്റെ ഡാഡി, സോറി അതിന്റെ ചെറിയച്ചനല്ലോ, നിന്റെ മറ്റാൻ പോവോ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടി, ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും വിട്ടാനെ. ഇപ്പൊ ഇല്ലാത്തോണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓഹോ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാൻ കിടക്കട്ടെ. പിന്നെ ഇങ്ങോട്ടേക്ക് ആരും വരണ്ടെന്നും പറഞ്ഞേക്ക്. നേരം വെളുക്കുന്നവരെ തുള്ളിയിട്ട് വന്നതല്ലേ, ചെയ്യാൻ കാണും. മോളെ അറിഞ്ഞിക്കോ. നീ എങ്ങനെ അറിഞ്ഞു? അതെ, മുമ്പ് ആരെ അറിയിക്കാതെ വേണം പോവാൻ. അല്ലാതെ കാറ് കൂവി അവനെയും തെരെ വിളിച്ചുകൊണ്ട് പോവരുത്. ആ പാവായോട് കേട്ടിരിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. പിന്നെ എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റൂലോ എന്ന് വിചാരിച്ച് ഞാൻ വിളിക്കാനൊന്നുമില്ല. നീ എന്റെ മുത്താടി. നാറിയിട്ട് മേല പോയി കുളിക്ക് വേണേ ആദ്യം. നോ, ഇനി കുളിച്ച ഉറക്കം പോവും. അതുകൊണ്ട് വേണ്ട. എനിക്കിത് കഴിഞ്ഞിട്ട് എന്താണ്ടോ പണിയുള്ളതാ. ആ പണി എന്താന്ന് എനിക്കറിയാലോ. ദേ സമയം 10 ആവാനായി. നീ പോവാൻ നോക്ക്. അയ്യോ, അക്കാര്യം ഞാൻ മറന്നു. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അംബിക ശങ്കർ പ്രസാദ്. ആ സിനിക്കോ ബേബി വന്നല്ലോ, കേറി വാ. പോയി കളിയാക്കാതെ. അച്ചോടാ, ഞാൻ കളിയാക്കിയതല്ല, ഒരു സത്യം പറഞ്ഞതാ. ഓഹോ, മോളെന്തേന്ന് വൈകിയത്? വേറെ എന്ത്, സ്ഥിരം കലാപരിപാടി തന്നെ. അടിപൊളി. അപ്പോ ഇപ്രാവശ്യം ആരോ വിട്ടുവീഴ്ച ചെയ്തത്? ഏട്ടനാണോ ഏട്ടത്തെയാണോ? രണ്ടുപേരുമല്ല. അമ്മ ചട്ടുക എടുക്കുന്നു പറഞ്ഞപ്പം എല്ലാവരും ഓരോ വഴിക്കോടി. എനിക്കറിയാത്തോണ്ട് ചോദിക്കാം. ആക്ച്വലി അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്താ പ്രശ്നം? അതൊരു കഥയാ. ഒരു ദിവസം അച്ഛന്റെ ഫ്രണ്ടിന്റെ മോളുടെ കല്യാണം കൂടാൻ വേണ്ടി പോയതാ. അവിടെ എത്തിയപ്പോഴാണെങ്കിലോ കല്യാണച്ചേക്കനെ കാണുന്നില്ല. അച്ഛൻ പിന്നെ വളരെയധികം ആകാശവതിയാണെന്ന് നമുക്കറിയാലോ. ഫ്രണ്ടിന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി മോനോടന്നെ കേട്ടാൻ പറഞ്ഞു. ചേച്ചിയെ നല്ല രീതിക്ക് അറിയാവുന്ന കാരണം അച്ഛന് വേറെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് തൊട്ടാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയത്. അല്ലേടി, ജാനു ചേച്ചിനെ നമുക്ക് നേരത്തെ അറിയാവുന്നതല്ലേ. ചേട്ടന്റെ കൂടെ പഠിച്ചതും കൂടെയാണ്. പിന്നെന്താ പ്രശ്നം? കൂടെ പഠിക്കുന്ന കാലത്ത് രണ്ടും കീഴും പോകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചോണ്ടിരിക്കുക. അതിനെ പിടിച്ചൊന്നാക്കാൻ നോക്കിയ ഇതല്ലേ നടക്കത്തുള്ളൂ. ടോമാഞ്ചറിയാന്ന് വിചാരിച്ച, പക്ഷെ ജാക്കി ചാൻ അതിന്റെ ലേഡി വേഷനാണെന്ന് അറിയാൻ വൈകിപ്പോയി. അതുകൊണ്ടെന്താ വീട്ടിലെ ഡെയിലി ഒരു ഫൈറ്റ് കാണാൻ പറ്റും. സ്വന്തം ചേച്ചിയുടെയും ചേട്ടന്റെ അടി ലൈവായിട്ട് കണ്ട് ആസ്വദിക്കുന്ന നിങ്ങൾ മൂന്നും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇതെല്ലാം വലിയ സിലിക്കോപ്പേ ഞങ്ങളുടെ ഒരു സന്തോഷം. സൈക്കോ കസിൻസും ആണോ? എന്നാലേ ഈ സൈക്കോന്റെ കൂടെയാ നീ ഇത്രയും നാളും ഉണ്ടായിരുന്നത്. അതെന്റെ വിധി. ആര് പറഞ്ഞു സഹിക്കാൻ? 10-15 കൊല്ലായില്ലേ കൂടെ കൂടിയിട്ട്. ഒന്ന് ഒഴിഞ്ഞ് പൊക്കൂടെ? അതാകുമ്പോ ഞാനും രക്ഷപ്പെടും. നോനോ, അങ്ങനെയൊന്നും ഒഴിഞ്ഞു പോവത്തില്ല ഞാനും നീയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പശയും പേപ്പറും പോലെയാ. ഒട്ടിപ്പിടിച്ചാല് വിട്ടു പോവത്തേയില്ല.
നീ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ട്. എങ്ങനെ പോയാലും ഈ കൊച്ചിനെ കൂടെ കൊണ്ട് നടക്കണമെന്ന് മനസ്സിലായി. കുരിശോ, ഞാൻ നിനക്ക് അങ്ങനെയാണോ അൻവി? നീ പറ. ആണെന്ന് ഞാൻ പറഞ്ഞ നീ എന്ത് ചെയ്യും? ഞാൻ സന്തോഷത്തോടെ അംഗീകരിക്കും, കാരണം അതങ്ങനെയാണല്ലോ. അൻവി, സിലിക്കോപ്പേ, നിങ്ങളിത് എവിടെയാ? എന്താണ് നീ ഇത് നിലം വിളിച്ചോണ്ട് വരുന്നേ? നിന്റെ വീണ്ടും പോസ് എടുത്തിട്ട് അടിച്ചോ? തമാശ. നിന്റെ തമാശ കേൾക്കാനുള്ള ടൈം എനിക്കിപ്പോ തീരെയില്ല. ഇത്രയും കഷ്ടപ്പെട്ട് പറയുന്നല്ലേ, അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കെങ്കിലും ചെയ്തേക്ക്. ഈ കുരുട്ടിനെ ഞാനിന്ന് സൂചിയാൻ എടുക്കണോ? നീ അവളെ ചൊറിയാൻ നിൽക്കാതെ കാര്യം പറച്ചേരേ. നീ അറിഞ്ഞില്ലേ? എന്ത്? അപ്പൊ നീ അറിഞ്ഞോ? ഏ? അപ്പൊ നീ അറിഞ്ഞില്ലേ? നിനക്കെന്താടാ വയ്യേ? ഗുളിക വല്ലതും മാറി കഴിച്ചാണ്, അതിന്റെ ആയിരിക്കും. ഇതിനെയല്ല ഞാൻ. എടി, അപ്പൊ നിങ്ങൾ സത്യമായിട്ട് അറിഞ്ഞില്ലേ? നീ എന്തറിഞ്ഞല്ലോ നീ ചോദിക്കുന്നത്? എടാ, ഒന്നെങ്കില് നീ അറിയാവുന്ന കാര്യം പറ, അല്ലെ അറിയാത്ത കാര്യം എന്താണ്ടിരിക്കേ. ഇതിപ്പം രണ്ടിന്റെ ഇടയ്ക്കായിട്ട് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി, നമ്മുടെ വർമ്മ ഡോക്ടർ പോവാണ്. എന്നാണ് മോനെ ചെറുക്കൂട്ട, കൊച്ചിനെ പറ്റിക്കാനാണെങ്കിലും നീങ്ങനെയൊന്നും പറഞ്ഞേക്കരുത്. അഥവാ ഈ കാര്യം നടന്നില്ലെങ്കിൽ നിന്നെ എടുത്തിട്ട് എറിയും അവള്. എന്റെ പൊന്നടി, ഞാൻ ഈ കാര്യത്തിൽ കള്ളം പറയുന്ന തോന്നുന്നുണ്ടോ? എന്നെ ഒന്ന് വിശ്വസിക്കേ. കിളവൻ പോവാണേ. അല്ല, നിന്നോട് ആരാ പറഞ്ഞു? വാടി ചെന്നപ്പം രാജീവ് ഡോക്ടർ പറയുന്നത് കേട്ടതാ. ഇന്ന് നീയുടെ ലാസ്റ്റ് ഡേ ആണ്. പന്ന കിളവൻ, എന്റെ മുത്തൂസിനെക്കാളും പ്രായമുണ്ട്. പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കാനുടനെ മനുഷ്യനെ പാര വെക്കാൻ വേണ്ടി ചുറ്റിക്കറങ്ങി നടക്കുക. പാരയുടെ കാവറയ്ക്ക് കിളവൻ. എന്താ, നീ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിക്കേ. വായി തോന്നുന്ന മുഴുവൻ വിളിക്കുന്നുണ്ട്. ആരെങ്കിലും കേട്ടോണ്ട് വന്ന് തീർന്നു. ആര് കേട്ടാലും എനിക്കൊരു ചുക്കുമില്ല. വാറുമ്പോ കുറുമ കാട്ട് കിളവൻ. അല്ലടി, നിന്റെ അച്ഛൻ ഈ കാര്യം നിന്നോട് പറഞ്ഞില്ലേ? പറഞ്ഞതിന് ഞാനായിരിക്കില്ല ആദ്യം വന്ന് നിങ്ങളോട് പറയുന്നത്. അത് നേരം. ചിലപ്പോ നിന്നൊന്ന് ഞെട്ടിക്കാനായിരിക്കും പറയാതിരുന്നത്. എന്റെ അച്ഛനല്ലേ എന്നോട് ഭയങ്കര സ്നേഹം. നിന്നെ കാണൂലേ, മോളെ പേടിയുണ്ട്. അങ്ങേർക്കുള്ള എല്ലാവരുടെ അന്ത്യയാത്ര എനിക്കൊന്ന് കാണാം. നിങ്ങൾ വന്ന് തുള്ളിച്ചാടിയാ പോകുന്നേ. കർത്താവേ, ഒന്നും വരുത്തിയേക്കല്ലേ. ഇത്രയും നാളുള്ള എല്ലാവരുടെ സ്നേഹത്തിന് നന്ദി. എന്റെ കൂടെ വർക്ക് ചെയ്തവർക്കും ഞാൻ പഠിപ്പിച്ച കുട്ടികളെ എന്നും ഞാൻ ഓർക്കും. ഞാൻ പറഞ്ഞിട്ടില്ലോ പ്രവർത്തിച്ചിട്ടില്ലോ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇവിടെ ലെക്ചർ ക്ലാസ് തുടങ്ങിയോ? വരണ്ടായിരുന്നു. ഡോക്ടർ, ഇങ്ങനെയൊന്നും പറയരുത്. ഞങ്ങളെല്ലാവരും ഡോക്ടറിനെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അഥവാ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ നല്ലതിനാണ് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ആര്, എപ്പോ, അത് എന്ത് സാധനം? എന്താ നീ അതിന്റെ വായൊന്ന് പൊട്ടിപ്പിടിച്ചേ. നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഈ വലിയൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു തന്നെ എന്റെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. ഞങ്ങളുടെ മുത്തശ്ശനെ ചെറിയ രീതിയിലൊന്നും അല്ല ഇതിന്റെ പുറകെ കഷ്ടപ്പെട്ടത്. അത് കിളവൻ അറിയില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ന്യൂസ് തന്നിട്ടാണ് ഞാൻ പോകുന്നത്. അതെന്തോന്നു? എന്റെ പേരക്കുട്ടിയും എന്നെ പോലെ ഒരു ഡോക്ടറാ. അവന്റെ നല്ലൊരു കരിയറിന് ഇവിടെ തന്നെ നല്ലത്. അതുകൊണ്ട് ഇനി മുതൽ എന്റെ പൊസിഷനിൽ അവൻ കാണൂടെ. ശബാഷ്. ദൈവമേ, ഇതിന്റെ പോണം പോയാ മോളെ അന്തി. ദേ പോകുന്നു, പിടിക്കടാ അതിനെ. എടാ, ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഇപ്പഴാ അയച്ചേ. ഇനി അതിന്റെ റിപ്ലൈ എപ്പോ കിട്ടുമെന്ന് എനിക്കറിയില്ല. ചേച്ചി, ഞാൻ എന്തായാലും 2-3 കമ്പനിക്ക് കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏതിലാ കിട്ടുന്നതെന്ന് അറിയില്ലല്ലോ. അന്നാലേ ഞാൻ പിന്നെ വിളിക്കാവേ. ഇവിടെ ആ കുരുട്ട് വന്നിട്ടുണ്ട്. ചേച്ചി ജോലി ചെയ്യായിരുന്നു? അല്ല, പൊറോട്ടയ്ക്ക് മാവ് കുഴക്കായിരുന്നു. നീ കൂടുന്നോ? ചോദിച്ചു വാങ്ങി. എനിക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു? മോനെ ഹർഷ, എന്തിനാ ഇവിടെ ചുറ്റി തിരിയുന്നത്? എനിക്ക് നല്ല പോലെ അറിയാം. നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. മോൻ ചെല്ലാൻ നോക്ക്.
എന്റെ പൊന്നേച്ചല്ലേ അങ്ങനെ പറയല്ലേ. മോളെ ആമി, എന്താ മുത്തശ്ശൻ? മോളെ തിരക്കാണോ? മുത്തശ്ശിയുടെ മരുന്ന് ഒന്നും എടുത്തതാടാ. അന്വയാണെങ്കിൽ വന്നിട്ടുമില്ല. മുത്തൂസിന്റെ മരുന്ന് ഞാൻ എടുത്തു തരാലോ. എന്നോട് പറഞ്ഞ പോരെ, ഞാനില്ല ഇവിടെ. മോനെ, അത്തയ്ക്ക് ബുദ്ധിമുട്ടണോ? മുത്തൂസിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിന്റെ പ്രശ്നത്തിന് മുത്തൂസിനെ കൂട്ടി വിളിക്കണ്ട. എന്താ കുഞ്ഞാ പ്രശ്നം? മുത്തശ്ശി ഇടപെടണോ? എന്നോട് നീ കാര്യം പറ. പറയാൻ പറ്റുമല്ലേ, അവരെപ്പോഴേ പറഞ്ഞേനെ എന്റെ പുറകെ ഇങ്ങനെ നടക്കൂല. ഇവിടെ ആരുമില്ലേ? ആന്റിമാരെ ഒന്ന് ഓടിവായോ. അയ്യോ, എന്നെ കൊച്ചിനെ പറ്റി ചക്ക വിട്ടിട്ടല്ലോ കിടക്കുന്നേ. അവളുടെ അമിതമായ സന്തോഷം കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്തോ വലുത് വരാനുണ്ടെന്ന്.